പ്രായം കൂടുന്തോറും അഭിനയകലയുടെ വീര്യം കൂടിക്കൂടി വരുന്ന മികച്ച നടൻ, അതാണ് മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ജഗദീഷ്. തൻ്റെ 68-ാം വയസ്സിൽ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ മാത്രം നോക്കിയാൽ മതിയാകും എന്താണ് ഈ നടൻ്റെ റേഞ്ച് എന്നറിയാൻ. കരിയറിൻ്റെ ആദ്യഘട്ടത്തിൽ തൻ്റെ അസാമാന്യ കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ നിർത്താതെ ചിരിപ്പിച്ച ജഗദീഷ് പിന്നീട് അങ്ങോട്ട് കൈവയ്ക്കാത്ത ഏതു വേഷമാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ ബാക്കിയുള്ളത്? ഏത് ജോണറിലുള്ള എന്തു വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രവും ഇയാളുടെ കൈകളിൽ ഭദ്രമാണ്. 375-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച ഈ അതുല്യ പ്രതിഭ നായകനായും പ്രതിനായകനായും രണ്ടാം നായകനായും വില്ലനായുമൊക്കെ വെള്ളിത്തിരയിൽ അരങ്ങ് തകർത്തു. ജഗദീഷിന് മാത്രം ചെയ്യാൻ പറ്റുന്ന എത്ര വേഷങ്ങൾ, മറ്റാര് ചെയ്താലും ഏൽക്കാത്ത കോമഡികൾ ജഗദീഷ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ ചിരിച്ചു മറിയും, ആവർത്തിച്ചാവർത്തിച്ച് കാണും. വർഷങ്ങൾക്ക് മുമ്പുള്ള ജഗദീഷിൻ്റെ സിനിമാ ഡയലോഗുകൾ പോലും ഇപ്പോഴത്തെ തലമുറക്കാരുടെ ട്രോളുകളിൽ നിത്യയൗവനം തൂകി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങൾ മാത്രം നോക്കാം. ജിത്തു ജോസഫിൻ്റെ നേരിലെ മുഹമ്മദ് എന്ന കഥാപാത്രം, ഫാലിമി എന്ന കുടുംബ ചിത്രത്തിലെ ചന്ദ്രൻ, പുരുഷപ്രേമത്തിലെ CPO ദിലീപ്, പടയിലെ P കൃഷ്ണകുമാർ IAS, കാപ്പയിലെ മാസ് കഥാപാത്രം ജബ്ബാർക്ക, റൊഷാക്കിലെ ഹെഡ് കോൺസ്റ്റബിൾ അഷ്റഫ്, പാപ്പച്ചൻ ഒളിവിലാണ് എന്ന സൈജു കുറുപ്പിൻ്റെ കോമഡി ചിത്രത്തിലെ അഡ്വക്കേറ്റ് പോളി, പൂക്കാലത്തിലെ കൊച്ചൗസേപ്പ്, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ എബ്രഹാം ഓസ്ലറിലെ വില്ലൻ കഥാപാത്രം ഡോക്ടർ സേവി പുന്നൂസ്. അതെ, ഈ 68-ാം വയസ്സിലും ജഗദീഷിന് കൈ നിറയെ പടങ്ങളും വേറിട്ട പ്രമേയങ്ങളിലെ മികച്ച കഥാപാത്രങ്ങളും ഒരുപാടുണ്ട്. എന്നും നന്മകളെന്ന പഴയ ചിത്രത്തിലെ ജഗദീഷ് അവതരിപ്പിച്ച സ്ത്രീകളെ കണ്ടാൽ നിന്ന് കുറുകുന്ന ആ പോസ്റ്റ്മാനെ ആർക്കാണ് മറക്കാനാവുക? ഇന്നസെന്റിന്റെ കഥാപാത്രത്തെ നോക്കി ജഗദീഷ് പറയുന്ന ആ ഡയലോഗ്, ഇന്ന് കത്തൊന്നുമില്ല കേട്ടോ, പോട്ടെ ടീച്ചർ, പോട്ടെ രമേ, പോട്ടെ രാധേ, പോട്ടെ ഇന്ദു, ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം പോട്ടെ തോറ്റ MLA എന്ന് പറയുമ്പോഴുള്ള ജഗദീഷ് കഥാപാത്രത്തിൻ്റെ ആ ഭാവവും നിൽപ്പും സമാനതകളില്ലാതെ ചിരി പടർത്തും. ഗോഡ്ഫാദറിലെ മായിൻകുട്ടി എന്ന കഥാപാത്രത്തെ അറിയാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. പറയുന്ന ഓരോ വാക്കും കോമഡിയായി മാറുന്ന രസതന്ത്രം അത്ര എളുപ്പമല്ല. അതാണ് സിനിമാ ചരിത്രത്തിലെ ഒരേയൊരു മായിൻകുട്ടി. അതിൽ ജഗദീഷ് പറഞ്ഞ ഓരോ ഡയലോഗുകളും മലയാളികൾക്ക് കാണാപ്പാഠമാണ്. കാരണം അത്രയ്ക്കധികം തവണ ആ പടം ഓരോ മലയാളികളും കണ്ടിട്ടുണ്ടാകും. മമ്മൂട്ടിയുടെ കുട്ടേട്ടൻ എന്ന ചിത്രം ജഗദീഷ് ഇല്ലെങ്കിൽ ഒരു ചിത്രമേ അല്ല. ആ പടത്തിൻ്റെ ഹാസ്യാടിസ്ഥാനം ജഗദീഷിൻ്റെ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രം തന്നെയാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ എല്ലാ വേണ്ടാദീനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന, എന്നാൽ അവഗണന മാത്രം ബാക്കിയുള്ള, നുണകൾ മാത്രം പറയുന്ന കുട്ടേട്ടനിലെ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സ്റ്റാൻഡേർഡ് ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ജഗദീഷിന് മാത്രം കഴിയുന്ന മാജിക്. 90കളിൽ ജഗദീഷ് നായകനായി 50-ലധികം സിനിമകളാണ് പുറത്തിറങ്ങിയത്. കുടുംബ പ്രേക്ഷകരെ വല്ലാതെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം നായകനായ എത്ര ചലച്ചിത്രങ്ങൾ, അവ ഇന്നത്തെ തലമുറ ഉൾപ്പെടെ ആവർത്തിച്ചാവർത്തിച്ച് യൂട്യൂബിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത്തരത്തിലുള്ള കുടുംബ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ സിനിമകളായിരുന്നു. ഇന്നും അവ കാണുമ്പോൾ നമ്മളിൽ പലരും 90കളിലെ ഓർമ്മകളിലേക്ക് പോകും. അന്നത്തെ ഓലയും ഓടും മേഞ്ഞ വീടുകൾ, പഴയ റോഡുകൾ, പാടങ്ങൾ, കുളിക്കടവുകൾ, കഥാപാത്രങ്ങളുടെ വേഷവിധാനം തുടങ്ങി എല്ലാം നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഘടകങ്ങളും ഓർമ്മകളുമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ജഗദീഷ് പിന്നീട് കോളേജ് അധ്യാപകനായി ജോലി ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലൂടെയാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് സിദ്ദിഖ് ലാലിൻ്റെ ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമാണ് ജഗദീഷിന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളികൾ നിത്യവും കാണുന്ന, ഏറ്റവും റിലേറ്റ് ചെയ്യുവാൻ കഴിയുന്ന കഥാപാത്രങ്ങളായി ജഗദീഷ് വളരെ എളുപ്പത്തിൽ മാറി. 90കളിൽ പുറത്തിറങ്ങിയ ഗോഡ്ഫാദർ, മിമിക്സ് പരേഡ്, വെൽക്കം ടു കൊടൈക്കനാൽ, തിരുത്തൽവാദി, പ്രിയപ്പെട്ട കുക്കു, മിസ്റ്റർ ആൻഡ് മിസിസ് എന്നീ ചിത്രങ്ങൾ ജനപ്രിയമായതോടെ ജഗദീഷ് മലയാള സിനിമയിൽ തൻ്റേതായ ഇരിപ്പിടം സജ്ജമാക്കി. മറ്റാർക്കും എളുപ്പത്തിലങ്ങനെ കയറി ഇരിക്കാനാവാത്ത ഒരു ഇരിപ്പിടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ജഗദീഷിനെ തേടി വേറിട്ട കഥാപാത്രങ്ങൾ ഇടവേളകളില്ലാതെ എത്തിക്കൊണ്ടേയിരിക്കുന്നത്.
2016 പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ ലീല ജഗദീഷിന്റെ കരിയറിലെ പ്രധാന വഴിത്തിരിവായി. മകളെ ഉപദ്രവിക്കുന്ന, കാശിന് വിൽക്കുന്ന അതിലെ ക്രൂരനായ പിതാവിന്റെ വേഷം മലയാളി പ്രേക്ഷകരെ വല്ലാതെ അലോസരപ്പെടുത്തി. സംസാര ശൈലിയിലും ശരീരഭാഷയിലുമെല്ലാം ജഗദീഷ് ആ കഥാപാത്രമായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ജഗദീഷ് ആണെന്ന് പോലും മനസ്സിലാക്കുവാൻ പ്രേക്ഷകർക്ക് അല്പം സമയമെടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അസാമാന്യ വേഷപ്പകർച്ച. അതിനുശേഷം പലവിധ പരീക്ഷണങ്ങളുമായി നടക്കുന്ന യുവ സംവിധായകർ ഉൾപ്പെടെ ജഗദീഷിനെ തിരഞ്ഞെത്തി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തീർത്തും വേറിട്ട ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങൾ കൊടുത്തു. ഈ ഇടെ വന്നതിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച കഥാപാത്രം റൊഷാക്കിലെ അഷ്റഫ് എന്ന പോലീസുകാരൻ്റെതാണ്. ഒരു മിസ്സിംഗ് കേസിന് പിന്നാലെ ഒറ്റയ്ക്ക് സമാന്തരമായി അന്വേഷണം നടത്തുന്ന ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന, ഒടുവിൽ തന്ത്രപരമായി കൊല്ലപ്പെടുന്ന അഷ്റഫിനെ ജഗദീഷ് എന്ന നടൻ അനശ്വരമാക്കി മാറ്റി. അങ്ങനെ മലയാളികൾക്ക് വേറിട്ട കാഴ്ച അനുഭവം നൽകിയ റൊഷാക്ക് ജഗദീഷിൻ്റെ കരിയറിലെയും വേറിട്ട ഒരു കാഴ്ചയായി മാറി. കൈ നിറയെ ചിത്രങ്ങളുമായി 2024 മലയാളികളെ വിസ്മയിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് താരം. ടൊവിനോയ്ക്കൊപ്പം അജയന്റെ രണ്ടാം മോഷണം, ആസിഫ് അലിക്കൊപ്പമുള്ള കിഷ്കിന്ധകാന്ഡം, ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജിന്റെ അച്ഛൻ കഥാപാത്രം, പുതുമുഖമായ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ആസിഫ് ചിത്രം, അങ്ങനെ കുറേ അധികം പടങ്ങളുടെ അണിയറയിലാണ് ജഗദീഷ്. 2024 കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിലും താരം വേഷമിടും. സമീപകാലത്തായി വന്ന ജഗദീഷിന്റെ സിനിമകൾ നോക്കൂ. പരസ്പരം സാദൃശ്യം തോന്നാത്ത എത്രയോ കഥാപാത്രങ്ങൾ. സിനിമാ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ജഗദീഷിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. നന്ദി പ്രിയപ്പെട്ട ജഗദീഷ്. അനേകം വേഷഭാവ പകർച്ചകളിലൂടെ നമ്മെ ചിരിപ്പിച്ചതിന്, കരയിപ്പിച്ചതിന്, വിസ്മയിപ്പിച്ചതിന്. പ്രേക്ഷകർ കാത്തിരിക്കുന്നു പഴയ കഥാപാത്രങ്ങളുടെ ഷെയ്ഡില്ലാത്ത തീർത്തും വേറിട്ട അങ്ങയുടെ പുതിയ ഭാവപകർച്ചകൾക്കായി.